പ്രൊജക്ടർ സ്ക്രീൻ എന്തിനാണ് വാങ്ങേണ്ടതെന്ന് പലർക്കും സംശയമുണ്ടായിരിക്കും. പലരും ഭിത്തിയിലൊക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്നായിരിക്കും പറയുന്നത്. ഭിത്തിയിൽ കാണുമ്പോൾ ഇനി പറയുന്ന ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കവ പരിഹരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച പ്രൊജക്ടർ സ്ക്രീനുകളും പരിചയപ്പെടാം. ഭിത്തിയിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഭിത്തികളിൽ പോറലോ കുഴികളോ ഒക്കെ ഉണ്ടാവും. ലൈറ്റ് തട്ടുമ്പോൾ അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന് ആവശ്യമായിട്ടുള്ള ഷാർപ്പ്നെസ് കിട്ടാതെ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ ഷൈനിങ് കൂടുതലായിരിക്കും, ചില ഭാഗങ്ങളിൽ അത് കുറവായിട്ട് തോന്നും. പ്രൊജക്ടറിന്റെ സ്ക്രീനിൽ ലഭിക്കുന്ന അത്ര ഗ്രെയിൻ വാല്യൂ ഭിത്തിക്ക് എന്തായാലും ഉണ്ടായിരിക്കില്ല. കൂടാതെ ഭിത്തിയുടെ പെയിന്റിങ്ങിന്റെ നിറം കാരണം യഥാർത്ഥ കളർ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടില്ല. കളറുകൾ ഒരു അസ്വാഭാവികമായിട്ട് തോന്നും. പലപ്പോഴും ചാരനിറമോ ക്രീം നിറമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് നിറം കാണണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് വേണം. ഭിത്തിയിൽ കാണുമ്പോൾ ബ്ലാക്ക് നിറം ചാരനിറം പോലെ ആയിട്ട് മാറും. എത്ര നല്ല കപ്പാസിറ്റിയുള്ള പ്രൊജക്ടർ ആണെങ്കിൽ പോലും അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. കൂടാതെ ഭിത്തിയിൽ 1080 പിക്സൽ വരെ കാണാൻ സാധിക്കും. എന്നാൽ 4Kയോ 8Kയോ പോലെയുള്ള ഹയർ റെസൊല്യൂഷനുകൾക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ തന്നെ വേണം. 1080 പിക്സൽ പോലും ഭിത്തിയിൽ എഡ്ജുകളെല്ലാം കുറച്ച് ബ്ലറി ആയിരിക്കും. ഭിത്തി കാണുന്ന സമയത്ത് സൈഡിൽ മാറിയിരുന്ന് നോക്കിയാൽ ബ്രൈറ്റ്നസ് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. കാരണം ഭിത്തി വെളിച്ചം ഒരുപോലെ എല്ലായിടത്തും കടത്തിവിടില്ല. സ്ക്രീനിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. TV പോലെ തന്നെ പ്രൊജക്ടർ സ്ക്രീനിൽ കറുത്ത ബോർഡറോട് കൂടിയ ഒരു ഫ്രെയിംഡ് വ്യൂ കിട്ടും. ഭിത്തിയിൽ കാണുമ്പോൾ എഡ്ജിലൊന്നും നിങ്ങൾക്കിത് കിട്ടില്ല. പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇനിയൊരു സ്ക്രീൻ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഏത് ടൈപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിടുന്ന സ്ക്രീൻ ടൈപ്പുകളുണ്ട്. ഇനി ട്രൈപോഡ് സ്റ്റാൻഡ് ഉള്ളവയുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് ഉപയോഗിച്ച് താഴ്ത്താനും ഉയർത്താനും കഴിയുന്നവയുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ്. സിനിമയും OTT കണ്ടന്റും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 16:9 ആസ്പെക്ട് റേഷ്യോ വരുന്നത് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. 4.3 തിരഞ്ഞെടുക്കാതിരിക്കുക. അത് കൂടുതലായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമാണെന്നുണ്ടെങ്കിൽ മാത്രം തിരഞ്ഞെടുത്താൽ മതി. അടുത്തായിട്ട് സ്ക്രീനിൻ്റെ സൈസാണ്. സ്ക്രീൻ സൈസിനെ സംബന്ധിച്ച് 100 ഇഞ്ച് വരെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം 100 ഇഞ്ചിൽ നിന്ന് കുറച്ച് കൂടുതലാവുകയാണെങ്കിൽ പോലും ബ്രൈറ്റ്നസ്സിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. 100 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് TV കാണുന്നത് പോലെ നിങ്ങൾക്ക് പ്രൊജക്ടർ ഉപയോഗിക്കാനും സാധിക്കും. നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഫുൾ HDയോ അതുപോലെ തന്നെ 4K റെസൊല്യൂഷനോ ഒക്കെ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ഉറപ്പാക്കിയിരിക്കണം. ബാനർ ഷീറ്റുകൾ പോലെയുള്ളവയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ ശരിയായിട്ട് കിട്ടില്ല. അതുപോലെ ഗെയിൻ ഫാക്ടറിനെ സംബന്ധിച്ച് 1 മുതൽ 1:2 വരെ പരമാവധി നിങ്ങൾക്ക് ഉണ്ടാകണം. അതുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ നന്നായിരിക്കും, ബ്രൈറ്റ്നസ് നന്നായിട്ട് തന്നെ കിട്ടും. ഇനി അത് തിരഞ്ഞെടുക്കുമ്പോൾ നിറത്തിൻ്റെ കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരിക്കും. വെള്ള വേണോ ഗ്രേ വേണോ എന്നുള്ളത്. നിങ്ങൾ സാധാരണയായി ഡാർക്ക് റൂമിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ വെള്ള മതി. എന്നാൽ ഹാളിൽ വെക്കാനാണെങ്കിൽ ആംബിയന്റ് ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ബ്ലാക്ക് ലെവൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേ സ്ക്രീൻ ഉപയോഗിക്കാം. എന്നാൽ സാധാരണ ഉപയോഗമാണെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്ക്രീൻ മതിയാകും. ഇനി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള 9 പ്രൊജക്ടർ സ്ക്രീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും അത് വാങ്ങാവുന്നതാണ്. ആദ്യമായിട്ട് എൽക്കോറിൻ്റെ 92 ഇഞ്ച് ഡയഗണൽ സ്ക്രീനാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1299 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പാണ്. 92 ഇഞ്ച് വരെയാണ് നിങ്ങൾക്കിതിൽ കിട്ടുന്നത്. അടുത്തായിട്ട് ഇൻലൈറ്റിൻ്റെ ഒരു പ്രൊജക്ടർ സ്ക്രീനാണ്. 7 അടി വീതിയും 4 അടി ഉയരവുമാണ് ഇതിൽ വരുന്നത്. 16:9 ഫോർമാറ്റാണിത്. അൾട്രാ HD 3D 4K എന്നിവ സപ്പോർട്ട് ചെയ്യും. ഇതിലും മറ്റ് പ്രൊജക്ടർ സ്ക്രീനുകളെ പോലെ തന്നെ ഹൈ ഗെയിൻ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1849 രൂപയാണ് വില വരുന്നത്. അടുത്തായിട്ട് മോയിസിൻ്റെ ഒരു സിനിവ്യൂ 100 ഇഞ്ച് സ്ക്രീനാണ്. 1080 പിക്സൽ വരെയാണ് പരമാവധി റെസൊല്യൂഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. 16:9 ആസ്പെക്ട് റേഷ്യോ ഇതിൽ കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3597 രൂപയാണ്. അടുത്തായിട്ട് ഇൻലൈറ്റിൻ്റെ തന്നെ ഒരു സിനിവ്യൂ ട്രൈപോഡ് പ്രൊജക്ടർ സ്ക്രീനാണ്. ഇതും ഫുൾ HD റെസൊല്യൂഷനോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4000 രൂപയാണ്. ട്രൈപോഡ് മൗണ്ട് സ്ക്രീൻ ടൈപ്പ് വേണ്ടവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് സ്പ്ലിന്നിൻ്റെ ഒരു സിനിവ്യൂ ട്രൈപോഡ് പ്രൊജക്ടർ സ്ക്രീനാണ്. ഇത് 100 ഇഞ്ച് സ്ക്രീനാണ്. ഇത് ട്രൈപോഡ് മൗണ്ടാണ്. 3400 രൂപയോളം ഇതിന് വിലയുണ്ട്. 100 ഇഞ്ച് ഡയഗണൽ വേണ്ടവർക്ക് ഈ പ്രൊജക്ടർ സ്ക്രീൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇൻലൈറ്റിൻ്റെ ഒരു ആട്ടോലോക്ക് പ്രൊജക്ടർ സ്ക്രീനാണ്. 16:9 ആസ്പെക്ട് റേഷ്യോയും ഫുൾ HD 1080 പിക്സലും 4K അൾട്രാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു സ്ക്രീനാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 6299 രൂപയാണ്. അടുത്തായിട്ട് ബിഗ് വ്യൂവിൻ്റെ ഒരു മോട്ടറൈസ്ഡ് സ്ക്രീനാണ്. മോട്ടറൈസ്ഡ് സ്ക്രീൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. 8000 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. 100 ഇഞ്ച് സ്ക്രീനാണിത്. ഇതൊരു നല്ല മികച്ച ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊജക്ടർ സ്ക്രീൻ കൂടിയാണ്. അടുത്തായിട്ട് ഇൻലൈറ്റിൻ്റെ തന്നെ ഒരു 100 ഇഞ്ച് ഡയഗണൽ സ്ക്രീനാണ്. ഇതിൻ്റെ വ്യൂ ഏരിയ എന്ന് പറയുന്നത് 87 ഇഞ്ചാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. 1080 പിക്സൽ വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നവർക്കും വളരെ സിമ്പിളാണ്. ഹൈ ഫാബ്രിക് ഗ്രെയിൻ മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 11,000
1199 രൂപയാണ് നിലവിൽ ഇതിൻ്റെ വില വരുന്നത്. അടുത്തായിട്ട് ഇൻലൈറ്റിൻ്റെ ഗ്രേ കളർ സിൽവർ കോട്ടഡ് സ്ക്രീനാണ്. ഇതിൽ ഓട്ടോ ലോക്ക് ഇല്ല. 13,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 7 അടിയും 4 അടിയുമാണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇതും 16:9 അസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മികച്ച 9 പ്രൊജക്ടർ സ്ക്രീനുകൾ. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.